ഹലോ ഗൈസ്, അപ്പോൾ നമ്മളാണ് ഇന്ന് പിന്നെ വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മളാണ് ഇന്ന് ഓൺലി ഊസി ചലഞ്ചോണ്ട് വന്നിരിക്കുകയാണ്. നമ്മൾ കയ്യിൽ ഊസിയൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളിന്ന് ഓൺലി ഊസിയാണ് ഗൈസ്. ഊസി യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് മാച്ച് ബൂയി അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഗൈസ്. ബൂയി അടിക്കാൻ പറ്റുമോ എന്നറിയില്ല ഗൈസ്, കാരണം ഊസി നമുക്ക് അങ്ങനെ ദൂരമുള്ള എനിമീസിനൊന്നും നമുക്കങ്ങനെ അടിക്കാൻ പറ്റില്ല ഗൈസ്. ഷോർട്ട് റേഞ്ച് അല്ലേ ഗൈസ്, അതുകൊണ്ട് നമുക്ക് മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതാണ് ഗൈസ്. എന്തായാലും നമ്മൾ ബൂയി അടിക്കുന്നവരെ ഇതേ ഗെയിം പ്ലേ നമ്മൾ ഇടുന്നതായിരിക്കും ഗൈസ്. ഒരു ദിവസം നമ്മൾ എന്തായാലും അടിക്കും, അതെനിക്ക് ഉറപ്പാണ്. അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. നമ്മളെന്തായാലും മാച്ച് ഇവിടെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. സോളോ മാച്ചാണ് ഗൈസ്. അങ്ങനെ ഉച്ചകൊണ്ട് ഇവിടുന്ന് വെറുതെ അങ്ങനെ അടിച്ചൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്, ഓരോ എനിമീസിനൊക്കെ. അപ്പോൾ ഗൈസ് ഇവിടെ നമ്മൾ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ നേരെ ക്ലോക്ക് ടവറിലേക്കാണ് ഗൈസ് പോകുന്നത്. ക്ലോക്ക് ടവർ പോയിട്ട് എന്തായാലും നമുക്ക് അവിടെ നിന്ന് കളിയെടുക്കാനും തിരിച്ചു വരാനൊന്നും പറ്റില്ല എന്നാണ് ഗൈസ് തോന്നുന്നത്. അത്രയ്ക്ക് എനിമീസ് അവിടെ ഉണ്ട്. എന്തായാലും സോളോ മാച്ചല്ലേ ഗൈസ്, ഒരു റിവൈവിൽ നമുക്ക് അവർ തരുന്നുണ്ട് ഗൈസ്. ഒരു 150 സെക്കൻഡിനുള്ളിൽ നമ്മൾ മരിച്ച റിവൈവ് എന്ന ഒരു സംഭവമല്ലേ, അതുകൊണ്ട് നമുക്ക് മറ്റെവിടെയെങ്കിലും പോയിട്ട് ഇറങ്ങാം ഗൈസ്. എന്തായാലും ഇവിടെ നിന്ന് കില്ലെടുക്കാൻ പറ്റുമെന്ന് മാക്സിമം നോക്കാം ഗൈസ്. മെയിനായിട്ട് ബൂയി അടിക്കലാണ് ഗൈസ് നമ്മുടെ ലക്ഷ്യം, അതായത് ഊസിയും വെച്ച് ബൂയി അടിക്കാനാണ് നമ്മളെ പരിപാടി. ആണ് ഇവിടെ മാക്സിമം സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ഗൈസ്. ഇവിടുന്ന് ആരോ ഫുൾ സ്റ്റെപ്പൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്, അതാണ് ഞാനിങ്ങനെ കളിക്കുന്നത്. എനിമി താഴെയാണോ അതോ വീടിൻ്റെ മേലെ എനിമി ഇറങ്ങിയിട്ടുണ്ടോ എന്നൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്, അതാണ്. അതേ ഒരുത്തൻ കയറി വരുന്നുണ്ട് ഗൈസ്, അവന് നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ പെട്ടെന്ന് തന്നെ ആ സാൻഡിലോട്ട് ഗൈസ് ഇങ്ങനെ ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും ഗൈസ്. അതാണ് മെയിനായിട്ട് ഭ്രാന്തൻ. അവൻ പിന്നെ അങ്ങോട്ട് പോയി ഗൈസ്, അവൻ നമ്മളെ തപ്പി വരുന്നുണ്ട് ഗൈസ്. അവനാണ് ഇൻഹേലറൊക്കെ അടിച്ച് ഫുള്ള് സെറ്റായിട്ടാണ് P90 കൊണ്ട് നമ്മളെ തലയടിച്ച് പൊട്ടിച്ച് ഗൈസ്. പക്ഷേ സാറില്ല ഗൈസ്, നമുക്ക് ആ മറ്റേ നേരത്തെ പറഞ്ഞ റിവൈവലുണ്ട് ഗൈസ്. നമ്മൾ നേരെ അതെ ബാർബർ ഷോപ്പിൽ പോയിട്ട് ഇറങ്ങാണ് ഗൈസ്. അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇറങ്ങിയാൽ പിന്നെ സുഖമായിട്ട് കില്ലെടുക്കുക ഗൈസ്. അവിടെ നിന്ന് സുഖമായിട്ട് അതിൻ്റെ മേലത്തെ റൂമിലേക്ക് വേഗം ചാടി ഇറങ്ങാം. ആ ഒരു നല്ല ട്രിക്കാണ് ഗൈസ്. അവിടെ ഇറങ്ങിയാൽ പിന്നെ താഴ്ന്ന് വരുന്ന എനിമീസിനൊക്കെ സുഖമായിട്ട് അടിച്ചിട്ട് ഗൈസ്. നമ്മളവിടെ ക്യാമ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല ഗൈസ്. നമ്മൾ ഇറങ്ങി ചെല്ലുന്നുണ്ട് ഗൈസ്, ക്യാമ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. നമ്മളത് അതിൻ്റെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഗൈസ് വുഡ് പേക്കറൊക്കെ കിട്ടുന്നത് ഗൈസ്. അല്ലാണ്ട് നല്ല മാച്ചൊന്നും കളിക്കുമ്പോൾ ഒന്നും കിട്ടത്തില്ല ഗൈസ്. ഇങ്ങനെ ഊസിയാണിലൊക്കെ കളിക്കുമ്പോഴൊക്കെയാണ് ഇതൊക്കെ കിട്ടുന്നത് ഗൈസ്. വുഡ് പേക്കറൊക്കെ കണ്ട കാലം മറന്നു ഗൈസ്. നമ്മളാണെങ്കിൽ ഇവിടുന്ന് ആരോ ഒരു ഫുൾ സ്റ്റെപ്പൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. ചെറുതായിട്ടൊരു പേടിയുണ്ട്, അതുകൊണ്ടാണ് ഗൈസ് നമ്മളിങ്ങനെ കളിക്കുന്നത്. നമ്മളാണ് നേരെ താഴോട്ടേക്ക് ഇറങ്ങി നോക്കുകയാണ് ഗൈസ്. അവിടെ ഒരു ഗ്ലൂ വാൾ കാണുന്നുണ്ട് ഗൈസ്. അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ് ഗൈസ്. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എൽഷേപ്പിൻ്റെ മണ്ടയ്ക്ക് കൂടെ കയറിയിട്ട് അങ്ങനെ അടിക്കാനാണ് ഗൈസ് പ്ലാൻ. അവിടെ ആരും ഇല്ല ഗൈസ്, അതുകൊണ്ട് നമുക്ക് നേരെ ഇതിൻ്റെ താഴോട്ടേക്ക് തന്നെ പോകാം ഗൈസ്. മറ്റേ നമ്മൾ അങ്ങോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതാ ഗൈസ്, അവനാണ് ഗൈസ്. അവിടെ മുന്നിലൊരു എനിമി ഉണ്ട് ഗൈസ്. അവനാണ് പച്ച വീടിൻ്റെ ഉള്ളിലോട്ട് ഓടിക്കയറിയിട്ടുണ്ട് ഗൈസ്. നമ്മളാണ് ഇവിടെ വന്നിട്ട് കുറച്ചൊരു ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ച്, അതാണ് ഇവിടെ സ്റ്റക്കായത്. സാറില്ല. Hello guys, it's Jovan and you know what time it is? Disco time. Do you see me laughing, my nigga? നമ്മൾ കുറേ ഞെക്കി പിടിച്ച് ഈ ക്യാരക്ടർ ഇതിനാണ് കേസ് മെയിനായിട്ട് ഈ വുഡ് പേക്കർ ഏതെങ്കിലും ഒരു ഗണ്ണ് കൈ പിടിച്ച കേസ്. ക്യാരക്ടർ ഇട്ട് പോകുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ ഒരു വഴിയില്ല കേസ്. അതിന് 30 ഡാമേജ് മാത്രമേ കൊടുത്തുള്ളൂ കേസ്. ആ ഡാമേജിൽ അവൻ്റെ ക്യാരക്ടർ അങ്ങ് പോയിട്ടുണ്ട് കേസ്. നമ്മളാണ് നേരെ ഗ്ലൂ ഇട്ട് മുന്നോട്ട് അങ്ങ് കയറിയിട്ടുണ്ട് കേസ്. ഗ്ലൂ ഒക്കെ വളരെ കുറവാണ് കേസ്, ഒറ്റ ഗ്ലൂ ഉള്ളൂ. 2 ഗ്ലൂ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിക്കുകയാണ്. എൻ്റെ ഗ്ലൂ ആയിട്ടുണ്ട് കേസ്, ഇനി നമുക്ക് കയറാം കേസ്. ഡാമേജ് You're teasing me, naughty. ഒരു ഗിൽഡായിട്ടുണ്ട് കേസ്, ഒരു ഗിൽഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേസ്. ഇവിടെ ഇങ്ങനെ മെഡിക്കറ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ്. പക്ഷേ ഇവിടെ അധികം സേഫ് അല്ല, അപ്പുറത്തെ മലയിൽ നിന്നൊക്കെ അടി കിട്ടാൻ ഉണ്ട് കേസ്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വേഗം സ്ഥലം വിടാൻ പോവുകയാണ് കേസ്. അപ്പോൾ ഇവിടുന്ന് വേഗം വിടണം കേസ്.
ഇവിടെ ഒന്നും അത്ര സേഫ് അല്ല. ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ പൈസയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. 200 കോയിനൊക്കെ എടുത്ത് നമ്മളിവിടെ നിന്ന് മെല്ലെ വെൻഡിമേഷൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഇവിടെ നിന്ന് ഒരു ഹിറ്റ് ലിസ്റ്റ് ഇട്ടിട്ട് മെല്ലെ മുങ്ങാനുള്ള പരിപാടിയാണ്. ഹിറ്റ് ലിസ്റ്റ് നമ്മുടെ അടുത്തേക്ക് വരണം കേസ്. നമുക്ക് കയറിപ്പോയി അടിക്കാൻ അത്ര വലിയ ഇതൊന്നുമില്ല കേസ്. കാരണം നമുക്ക് വലിയ അഡ്വാൻറ്റേജ് ഒന്നുമില്ല കയറി അടിക്കും. ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ബാർബർഷോപ്പിന് വേണ്ടിയിട്ടാണ് ഇതുവരെ ആരും. ഷോപ്പ് അതാണ് നമ്മുടെ ഏരിയ. ബാർബർ ഷോപ്പ് വലിയ സീനില്ല കേസ്. ഇവിടെ നിന്ന് സുഖമായിട്ട് അടിച്ചിട കേസ്. സ്റ്റെപ്പിൻ്റെ മേലെ കയറി വരുന്ന എനിമീസിനൊക്കെ സുഖമായിട്ട് അടിച്ചാൽ നേരെ തലയ്ക്കാ കേസ് കയറുക. അതുകൊണ്ട് ബാർബർ ഷോപ്പിൻ്റെ മേലെ കയറാനാണ് എൻ്റെ പ്ലാന്. ഹിറ്റ് ലിസ്റ്റ് നമുക്ക് നോക്കാം, മേലെ കയറിയിട്ട് നോക്കാം ഹിറ്റ് ലിസ്റ്റ് ഇങ്ങോട്ടാണ്. ഹിറ്റ് ലിസ്റ്റ് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഭാഗ്യമാണ് കേസ്. ഹിറ്റ് ലിസ്റ്റ് അവൻ പേടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമാണ് കേസ്. നമുക്കെന്താ വെച്ചാൽ പിന്നാലെ പോയി അടിക്കാനൊന്നും നമുക്ക് സാധിക്കത്തില്ല കേസ്. നോക്കുമ്പോൾ അവനാണെങ്കിൽ സോണിൻ്റെ ഉള്ളോട്ടൊക്കെ കയറിപ്പോണ്ട് കേസ് ഹിറ്റ് ലിസ്റ്റ്. അപ്പോൾ നമ്മൾ മെല്ലെ താഴോട്ടേക്ക് ഇറങ്ങി നോക്കുകയാണ് കേസ്. അപ്പോൾ നോക്കുമ്പോൾ കേസ് ഞാൻ അവനെ അടിക്കാമെന്ന് പോകുമ്പോൾ കേസ് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഉസി കാണാനില്ല കേസ്. ഉസി കാണാനില്ല. നോക്കുമ്പോൾ മറ്റേ ഹീൽ പിസ്റ്റലാണ് കേസ് കയ്യിലുള്ളത്. ഇതും വെച്ച് ഞാൻ എന്തുണ്ടാക്കാൻ കേസ്. നേരെ മറ്റവൻ്റെ ലൂട്ടിൽ പോയി നോക്കി നേരത്തെ അടിച്ചാൽ ഇത് നമ്മുടെ ഉസി ഇവിടെ കിടക്കുന്നുണ്ട് കേസ് ആണ്. പിന്നെ നേരെ നമ്മുടെ ബാർബർ ഷോപ്പിലേക്ക് പോവുകയാണ് കേസ്. ഇവിടെയാണ് ഡേഞ്ചർ സോൺ ആണ് കേസ്. അതുകൊണ്ട് നമ്മൾ നേരെ ബാർബർ ഷോപ്പിലേക്ക് ഓടി കയറാൻ പോവുകയാണ് കേസ്. അപ്പോൾ നമ്മളിത് ബാർബർ ഷോപ്പിൻ്റെ മേലേക്ക് ഓടിക്കയറാണ് കേസ്. നമ്മളിതിൻ്റെ മേലെ എങ്ങനെയെങ്കിലും എത്തിയിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ അതേ കേസ് നമ്മുടെ അറ്റ്ലീസ്റ്റ് സോണിലേക്ക് തന്നെ കയറി പോവാണ് കേസ്. ഇനി നമുക്ക് അവനെ അടിക്കാൻ പോകാണ്ട് അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല കേസ്. ഞാൻ വിചാരിക്കുന്നത് അവനൊരു വേടത്തോളാണെന്നാണ് കേസ്. അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ഓടിപ്പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പിന്നാലെ പോയി അടിച്ചു നോക്കാം കേസ്. നമ്മളിത് കൈത്തൊക്കെ വെട്ടി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അവൻ്റെ എവിടെ ഉണ്ട് കേസ്. അവൻ്റെ ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട് കേസ്. നമ്മളാണ് ചിലപ്പോൾ സോണ് കയറി വരുന്നതായിരിക്കും കേസ്. നമ്മളാണെങ്കിൽ ഇവിടെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ കയറി അടിക്കുക കേസ്. അപ്പോൾ അതിന് അത്യാവശ്യം ഗ്ലൂവാളുണ്ട്, 6 ഗ്ലൂവാളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് കയറി തന്നെ അടിക്കുക. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല കേസ്. നോക്കുമ്പോൾ അതേ കേസ് അവൻ്റെ ഒരു തലവെട്ടം കൂടി ഇവിടെ കാണുന്നില്ല കേസ്. ആണെ പിന്നെ ഇവിടെ വെയിറ്റിംഗ് ആണ് കേസ്. അങ്ങോട്ട് മെല്ലെ ഇറങ്ങുന്നുണ്ട്. അവനെ ഈ റിവൈവൽ പോയിൻ്റ് അവിടെ എത്തിയിട്ടുണ്ട് കേസ്. നമുക്ക് മെല്ലെ മുന്നോട്ടേക്ക് കയറാം കേസ്. നമ്മളാണ് ഈ ഓട്ടോൻ്റെ സൈഡിലൂടെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളാണ് ഓട്ടോ കയറിയിട്ടുണ്ട് കേസ്. അപ്പോൾ നമ്മളെ മനസ്സിലാവത്തില്ല എന്നാണ് കേസ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അവൻ നേരെ നമ്മളെ തന്നെ കണ്ടുപിടിച്ച് അടിച്ചിട്ടുണ്ട് കേസ്. നമ്മളാണ് ഇവിടെ മറ്റേ ഹീൽ ഡ്രോണില്ലേ കേസ്, അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവനാണ് ഇങ്ങോട്ട് നേടോ എന്തൊക്കെ എടുത്ത് എറിയുന്നുണ്ട് കേസ്. അവനാണ് ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് കേസ്. ഫോർ സ്റ്റെപ്പ് കേട്ടാലാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ കൃത്യസമയത്ത് ഓടി കൊണ്ടിട്ട് അവനെ സൈഡിൽ കൂടിക്ക് പറ്റി നല്ല ഡാമേജ് കൊടുത്ത്. അപ്പോൾ തന്നെ അപ്പുറത്ത് നിന്ന് വേറെ ആരും നമ്മളെ അടിക്കുന്നുണ്ടായിരുന്നു കേസ്. ആ സമയത്തിന് അവൻ ഗ്ലൂവാൾ പൊട്ടിച്ചിറങ്ങാൻ നോക്കിയപ്പോൾ ഞാൻ ഈലോടി പോയി അവനെ കില്ലം നിർത്തിയിട്ടുണ്ട്. പിന്നെ മറ്റവൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ നമ്മൾ ബാക്കോട്ട് ഇങ്ങനെ ഗ്ലൂവായിട്ട് ഇങ്ങനെ ഓടുകയാണ് കേസ്. പക്ഷെ അപ്പോൾ നമ്മൾ ഈ ലൂട്ടിൽ വന്നിട്ട് കുറച്ച് എമോ എല്ലാം പെറുക്കാമെന്ന് വിചാരിച്ചു കേസ്. ഇവിടെ എമോ ഒന്നും കിട്ടുന്നില്ല കേസ്. ആകെയുള്ളത് 60 എമോ ആണ്. ഇനി 15 എനിമീസും കൂടെ ഉണ്ട് കേസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ മണ്ടേ ഇതുവരെ മനസ്സിലായിട്ടില്ല കേസ്. നമ്മൾ ഗ്ലൂവാളിൻ്റെ പിന്നിലാണെന്നാണ് അവൻ വിചാരിക്കുന്നത് കേസ്. നമ്മളാണ് എന്തായാലും ഈ സൈഡിൽ കൂടി കയറിയിട്ട് അവൻ അടിക്കാമെന്നാണ് കേസ് വിചാരിക്കുന്നത്. അപ്പോഴാണ് കേസ് ബാക്കിൽ നിന്ന് ഏതോ ഇട്ട് നമ്മൾ അടിക്കുന്നുണ്ട് കേസ്. നമ്മളാണ് കറക്റ്റ് സമയത്ത് ഒരു കൊണ്ടിട്ട് അവിടെ ഗ്ലൂവാൻ കിട്ടിയിട്ടുണ്ട് കേസ്. മെഡിക്കറ്റ് അടിക്കാനൊന്നും സമയം കിട്ടിയില്ല കേസ്. മഴേൻ്റെ മേലെ പിന്നെയും വേറൊരു അടിയും കൂടി കിട്ടിയ കേസ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 കില്ലായിട്ടുണ്ട് കേസ്. 13 അലൈവ് ആയിട്ടുണ്ട്. നമ്മളെവിടെ വന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മെഡ് അടിക്കുകയാണ് കേസ്. ഇതിലൂടെ ആരെയും വന്നിട്ടുണ്ട് അപ്പം തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്നതാണ് കേസ്. അപ്പോൾ ഇവിടുന്ന് കുറേ സൗണ്ടൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ വരികയാണ് കേസ്. ഒരുത്തനെ അവിടെ വിളിച്ചിരിക്കുന്നുണ്ട് കേസ്. അവൻ ഗ്ലൂ ഇടുന്നതിന് മുന്നേ തന്നെ നമ്മളവനെ ഞെക്കി പിടിച്ചങ്ങ് അടിച്ചിട്ടുണ്ട്.
അങ്ങനെ നമുക്കിപ്പോൾ 3 കില്ലായിട്ടുണ്ട് ഗൈസ്. മൂവി അടിക്കാൻ പറ്റുമോയെന്നൊന്നും അറിയത്തില്ല ഗൈസ്. 11 ലൈവായി. അങ്ങനെ നേരത്തെ കണ്ട എനിമീനെ തപ്പി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നോക്കുമ്പോൾ അവനവിടെ ഇല്ല ഗൈസ്. അവനങ്ങോട്ട് മുങ്ങിയിട്ടുണ്ട്. അവൻ മേലെ കയറിയിട്ടുണ്ടോ മിക്കവാറും സോണ വന്ന കണ്ടിട്ട്. അങ്ങനെ ഫൈനൽ ഫൈറ്റായി ഗൈസ്. 10 ലൈവായിട്ടുണ്ട്. എവിടെ നിന്ന് അടി കിട്ടുന്നത് മനസ്സിലായിരുന്നില്ല ഗൈസ്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നെറ്റും പോയി. സുഖമായിട്ട് അവനെ അടിക്കാനും ഗൈസ്. നമ്മൾ മുകളിലാണുള്ളത് ഗൈസ്. സുഖമായിട്ട് അടിച്ചിട്ടായിരുന്നു. അത് ഷോർട്ട് റേഞ്ചിലാണുള്ളത്. പക്ഷെ അപ്പോഴത്തേക്ക് നെറ്റും പോയി ഗൈസ്. കളി നമ്മൾ തോറ്റി ഗൈസ്. അതെനിക്ക് ഉറപ്പാണ് ഗൈസ്. ഇതിൻ്റെ തേങ്ങയാണ് ഗൈസ്. ഫൈനൽ ഫൈറ്റ് ആയെന്ന് പറയലും നെറ്റ് പോയി ഗൈസ്. നേരത്തെ ടോറിയോണൊക്കെ നമ്മളെന്തായാലും ചത്തിട്ടുണ്ട് ഗൈസ്. 33 പ്ലസും